പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് ശേഷമായിട്ടാണ് നമ്മളൊരു വിടുതൽ ശുശ്രൂഷയുമായിട്ട് കടന്നു വരുന്നത്. പ്രിയരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവപ്രവൃത്തി അയക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇതിനപ്പുറത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കം നിങ്ങൾ കണ്ടിരിക്കും. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിയോഗം നൽകി തന്നിരിക്കുന്നത് ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. ആമേൻ. നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ മേൽ ആമേൻ, പലരും ബലഹീനരാണ്. പലരും പറയുന്നത് ഞാൻ തോറ്റുപോകുമെന്നാണ്. പലരും പറയുന്നത് എനിക്ക് അക്കരെ കടക്കുവാൻ കഴിയുകയില്ല എന്നാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് ദൈവശക്തിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ്. എനിക്കറിയാം, ഇന്നത്തെ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പല കുടുംബങ്ങളുടെ മേൽ, പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ആ ദൈവശക്തി കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. യശയ്യാവിന്റെ പുസ്തകം പറയുന്ന ഇപ്രകാരമാണ്: ബാല്യക്കാരും ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ, യൗവനക്കാരും ഇടറി വീഴുമ്പോൾ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ തളർന്നു പോകയില്ല, നീ ഇടറി വീഴുകയില്ല. ആമേൻ. യഹോവയെ കാത്തിരിക്കുന്നവരാണ് അവർ ശക്തിയെ പുതുക്കുന്നത്. അവരാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുന്നത്. ഈ ജനുവരി മാസം 2026 തുടക്കത്തിൽ നീ തളർന്നു പോകുകയല്ല, നീ ഇടറി വീഴുകയല്ല. നിന്നോടുള്ള ദൂത്, നീ കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ദിവസങ്ങളായിരിക്കും. ആമേൻ. വിശ്വാസത്തോടുകൂടി നിങ്ങൾ എവിടെയാണോ ഉറപ്പോടുകൂടി ഇങ്ങനെ തന്നെ പ്രഖ്യാപിച്ചാട്ടെ, ഈ ദിവസങ്ങളിൽ ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ മേലെ സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന്റെ മേലെ സംഭവിക്കുകയാണ്. ആ രോഗത്തിന്റെ മേലെ സംഭവിക്കുകയാണ്. അവൻ തളർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവശക്തിയെ ദൈവം റിലീസ് ചെയ്യുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഓരോ കുടുംബങ്ങളുടെ മേലെ സംഭവിക്കട്ടെ. ഒരു നിമിഷം നമ്മൾക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ദൈവം തന്നിരിക്കുന്ന ശക്തമേറിയ ഒരു വിടുതലിൻ വചനമുണ്ട്. ആ വചനത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാം. ഇന്നത്തെ മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ. വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആമേൻ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പ്രത്യേകിച്ച് തളർന്നിരിക്കുന്ന വ്യക്തികളെ ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവ് തളർന്നവനായിരുന്നു. ഏലിയാവ് പറഞ്ഞു മതി ജീവിതമെന്ന്. ഏലിയാവ് പറഞ്ഞു, ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ പറ്റുകയില്ലെന്ന്. ഇതുപോലെ തന്നെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ കണ്ണുനീരോടെ, കരച്ചിലോടെ, വേദനയോടെ,
തളർന്ന അനുഭവത്തോടെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാതെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ എന്നെ കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കാണുന്ന ആ വ്യക്തി ജീവിതത്തിന്റെ മേൽ പുതിയ ദൈവം വെക്കുകയാണ്. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ വിവിധങ്ങളാകുന്ന അനുഭവങ്ങളിൽ കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ശക്തിയില്ലാതെ എന്നെ കാണുന്നവരുണ്ടപ്പാ. അവരുടെ മേൽ അങ്ങയുടെ കരം അയച്ച് ഏലിയാവിന് വേണ്ടി തന്റെ ദൂതനെ അയച്ചുകൊണ്ട് നിനക്ക് ഇവിടെ എന്തു കാര്യമെന്ന് ചോദിച്ച് അവന് വേണ്ടുന്ന ഭക്ഷണം നൽകിക്കൊടുത്ത് അവൻ പുതിയ അസൈൻമെന്റുമായി ദൈവം അവനെ അയച്ചതുപോലെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ മക്കളുടെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ പുതിയ ശക്തി അയച്ചു കർത്താവേ, അവരെ ആത്മീകമായി ദൈവം നയിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജീവിതം ഇങ്ങനെ തീർന്നു പോകേണ്ടതല്ല കർത്താവേ. ഈ ജീവിതത്തെ പറ്റി ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ടല്ലോ. അത് ഈ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഈ സീസണിൽ ദൈവം നിറവേറ്റാൻ പോകുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവൃത്തികൾ ഈ സീസന്റെ മേൽ എന്റെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചത് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്ന ഇപ്രകാരമാണ്: മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടേ ഉള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. നിങ്ങളോടുള്ള ദൂതാണിത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ പുതിയതൊന്ന് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: ഈ 2026 തുടക്കത്തിൽ എന്റെ ദൈവം എന്റെ ജീവിതത്തിന്റെ മേൽ പുതിയതൊന്ന് ചെയ്യും, പുതിയതൊന്ന് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആശ്ചര്യമായി നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളത് കാണുവാൻ വേണ്ടി പോകുകയാണ്. അടുത്തത് പറയുകയാണ്, അത് ഇപ്പോൾ ഉത്ഭവിക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ടത് നടക്കുമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. അടുത്ത വർഷം നടക്കുമെന്നല്ല വചനം പറയുന്നത്. വചനം പറയുന്നു റൈറ്റ് നൗ, ഇപ്പോൾ അത് ഉത്ഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. അടുത്തത് ഇപ്രകാരമാണ് വചനം പറയുന്നത്: നിങ്ങൾക്ക് അത് അറിയുന്നില്ലയോ? ആമേൻ. അടുത്തത് വളരെ മനോഹരമാകുന്ന ഒരു ദൈവവചനമാണ്: ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. ഈ 2 വാക്കുകളും മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അസാധ്യമാണ്. മരുഭൂമിയിൽ അവൻ ഒരു വഴി ഒരുക്കുക എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ ഒരു വഴി എന്ന് പറഞ്ഞാൽ, നിർജ്ജനമായ പ്രദേശത്ത് നദികൾ എന്ന് പറഞ്ഞാൽ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അസാധ്യമാണ്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ദൈവപ്രവൃത്തികൾ ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത്. ആമേൻ. എവിടെ ദൈവപ്രവൃത്തികൾ നടക്കില്ലെന്ന് പറഞ്ഞോ, എവിടെ അസാധ്യമെന്ന് പറഞ്ഞോ, അവിടെ ദൈവപ്രവൃത്തികളുടെ തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ എവിടെ അസാധ്യമെന്ന് പറഞ്ഞോ, എവിടെ ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞോ, അവിടെ എന്റെ ദൈവത്തിന്റെ പുതിയതായി ഒന്ന് ചെയ്യുവാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് മരുഭൂമി മാറിപ്പോകുമെന്നല്ല. ആമേൻ. മരുഭൂമി ഇല്ലാതെയായി തീരുമെന്നല്ല. വചനം പറയുന്നത് മരുഭൂമിയിൽ ഞാൻ ഒരു വഴി തുറക്കും. ആമേൻ. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ മരുഭൂമി മാറുവാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്.
ആ മരുഭൂമിയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതെയല്ല എന്റെ ദൈവം വിടുവിച്ചത്, സിംഹക്കുഴിയിൽ ഇട്ടിട്ട് സിംഹങ്ങളുടെ വായ അടച്ചിട്ടാണ് എന്റെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നത്. ആമേൻ. ശത്രുക്ക്, മേശക്ക്, അഭേദനകോ എന്നറിയപ്പെടുന്ന 3 ബാലന്മാരെ തീയിൽ ഇടാതെയല്ല ദൈവം വിടുവിച്ചത്, ആ തീയിൽ ഇട്ടിട്ട് അവിടെ തീയുടെ ബലത്തെ കെടുത്തിയിട്ട് എന്റെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ മരുഭൂമി മാറുവാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ആ മരുഭൂമിയുടെ നടുവിൽ ഒരു പുതിയ വഴി തുറക്കേണ്ടതിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അവിടെ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവൃത്തി നിനക്ക് കാണുവാനിടയായിത്തീരും. മരുഭൂമിയിൽ മാനുഷികമാകുന്ന വഴികൾ അടഞ്ഞു പോകുന്ന സ്ഥലമാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു, മരുഭൂമിയിൽ മാനുഷികമാകുന്ന വഴികൾ അടഞ്ഞു പോകുന്ന സ്ഥലമാണ്. മരുഭൂമിയിൽ നമ്മൾക്ക് മാപ്പ് കാണുകയില്ല, മരുഭൂമിയിൽ നമ്മൾക്ക് മനുഷ്യന്റെ ഹെൽപ്പ് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരുഭൂമിയിൽ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം പോലും അവിടെ ഉണ്ടാകയില്ല. മാനുഷികമാകുന്ന വഴികൾ അടയുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. എന്നാൽ അവിടെയാണ് ദൈവിക ദൂത് കടക്കുന്നത്. എവിടെ മാനുഷിക വഴികൾ അടയുന്നു അവിടെ ദൈവത്തിന്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുവാനിടയായിത്തീരും. ഇന്ന് നിങ്ങളോടുള്ള ദൂതും ഇതാണ്. എവിടെ നിന്റെ ജീവിതത്തിന്മേൽ അടയപ്പെട്ട വഴികളുണ്ടോ, എവിടെ നിന്റെ ജീവിതത്തിൽ അടയപ്പെട്ട പ്ലാൻ ഉണ്ടോ, ഞാൻ ചിലരോട് പ്രവചിച്ചു പറയുകയാണ്, എവിടെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു, അവിടെ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ അടുത്ത ഒരു അധ്യായം തുറന്നു തരുവാൻ പറ്റും. ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സകല ചാപ്റ്ററും അടഞ്ഞു എന്ന് പറഞ്ഞിട്ടാണോ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നത്? നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിനൊരു പുതിയ ചാപ്റ്റർ എഴുതുവാൻ പറ്റും. ആമേൻ. യോസഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യോസഫ് പറയും, അവന്റെ മുൻപിൽ സകല വഴികളും അടയപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് എന്റെ ദൈവം അവന്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. അവൻ എവിടെ മനുഷ്യൻ ചിന്തിച്ചോ അവൻ തീർന്നു പോയെന്ന് അവരുടെ മുൻപിൽ അത്ഭുതകരമായി രാജകീയമായി എന്റെ ദൈവം മാനിച്ചതുപോലെ നിന്റെയും ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവത്തിന് ഈ സീസണിൽ അത് ചെയ്യുവാൻ പറ്റും. ആമേൻ. നമ്മൾ ഈ ദൈവത്തിന്റെ വചനം തുടക്കം തൊട്ട് അവസാനം വരെ പഠിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട്. ആമേൻ. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം കൂടിയാണ് അത്. ആമേൻ. നിങ്ങൾ ദൈവവചനം പഠിച്ചു വരുമ്പോൾ അസാധ്യത്തിന്റെ നടുവിൽ നിന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒന്ന് മോശയാണ്. മുൻപിൽ ചെങ്കടലാണ്, പുറകിൽ ഫറവോനിയ സൈന്യമാണ്. 2 സൈഡിലേക്കും നോക്കിക്കഴിഞ്ഞാൽ മലകളാണ്. മാനുഷികമാകുന്ന ഒരു ഹെൽപ്പിന് സ്ഥാനമില്ലാത്ത സ്ഥലത്താണ് ദൈവം മോശയെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അതാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ആമേൻ. എന്നാൽ അവിടെയാണ് മോശ. ആമേൻ. ഒരു സ്ട്രാറ്റജി പോലും മോശയുടെ ദൃഷ്ടിയിൽ ഇനി ലെഫ്റ്റ് ചെയ്യുന്നില്ല, ഇല്ലാത്ത അനുഭവമാണ്. അവിടെയാണ് എന്റെ ദൈവത്തിന്റെ വഴി തുറന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാനുഷികമായ എല്ലാ വഴികളും, എനിക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. എന്റെ മുൻപിൽ അടഞ്ഞു ബ്രദറെ, ഇനി എന്റെ മുമ്പിൽ ഒരു സ്ഥലമില്ല, സ്ഥാനമില്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ അവൻ
ദൈവിക വഴികൾ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. 2, ഗിദെയോന്റെ അനുഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം അശ്ശൂർ സൈന്യത്തെ പറ്റി നമ്മൾ പഠിച്ചു വരുമ്പോൾ, മിദ്യാന സൈന്യത്തെ പറ്റി നമ്മൾ പഠിച്ചു വരുമ്പോൾ 1,35,000 പേരാണ് ഗിദെയോൻ എതിരെ നിൽക്കുന്നത്. ഗിദെയോൻ ഇവിടെ നിൽക്കുന്നത് വെറും 300 വ്യക്തികളെ കൊണ്ടാണ്. ഒരു വ്യക്തി 450 വ്യക്തികളോട് ഫൈറ്റ് ചെയ്താൽ മാത്രമാണ് മിദ്യാന്റെ 1,35,000 പേരോട് ഗിദെയോന് ഫൈറ്റ് ചെയ്ത് വിജയിക്കുവാൻ പറ്റുകയുള്ളൂ. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ അവന് ഹെൽപ്ലെസ് ആകുന്ന സിറ്റുവേഷനിലാണ് അവൻ ആയിരിക്കുന്നത്. ദൈവം ആ യുദ്ധത്തിന് കൊടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്ന മോഡേൺ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാറ്, അതിൽ കുറച്ച് വെള്ളം, മോഡേൺ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ്, ഒരു ടോർച്ച്. ഇതിനപ്പുറത്ത് ദൈവം ഒന്നും കൊടുത്തില്ല. പ്രൊഫഷണലായ ആർമിയോടാണ് ഗിദെയോൻ ചെന്ന് ഫൈറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള മേഖലകളിൽ ദൈവം നിന്നോട് കൂടെ നിൽക്കും. എവിടെ നിന്റെ എബിലിറ്റി തീർന്നു പോകുന്നു, എവിടെ നിനക്ക് ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു, എവിടെ നീ ഹെൽപ്ലെസ് ആകുന്ന സിറ്റുവേഷനിൽ കൂടി കടന്നുപോയോ, അവിടെ മാനുഷിക കരമല്ലായിരിക്കും നിന്നോട് കൂടെ ഇരിക്കുന്നത്, അവിടെ ദൈവിക കരം തന്നെ നിന്നോട് കൂടെ ചലിക്കുവാനിടയായിത്തീരും. ഈ 2026 തുടക്കത്തിൽ മാനുഷികമാകുന്ന ഹെൽപ്പുകൾ അസ്ഥാനത്തായി പോകുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നു തരുമെന്ന് ഞാൻ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ്. ആമേൻ. അത് ഈ സീസന്റെ മേൽ സംഭവിക്കുകയാണ്. ഈ സീസന്റെ മേൽ സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ പുതിയത് എന്താണെന്ന് അറിയാമോ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഒരു നദിയും, ഡ്രൈ ആയി കിടക്കുന്ന മേഖലകളുടെ മേൽ ദൈവം പുതിയതൊന്ന് ചെയ്യുവാനിടയായിത്തീരും. അമേൻ, അമേൻ. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നത്. ആമേൻ. ആ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ കുടുംബമായി വ്യക്തിപരമായും സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയതൊന്ന് ചെയ്യുവാൻ പറ്റുമെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്നത്തെ വിടുതൽ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. മരുഭൂമിയെ ജയിക്കുന്ന ഒരു അഭിഷേകം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ആ അഭിഷേകത്തിന്റെ കീഴിൽ നിനക്ക് നിൽക്കുവാൻ പറ്റിയാൽ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, യോക്ക് ഷാൽ ബി ഡിസ്ട്രോയിഡ് ബൈ അനോയിന്റിംഗ്. ആമേൻ. നുകം അഭിഷേകം നിമിത്തം തകർന്നു പോകുമെന്നാണ് വചനം പറയുന്നത്. ഓരോ കുടുംബങ്ങളുടെ മേൽ ഞാൻ അതിന് യേശുവിന്റെ നാമത്തിൽ വെക്കുകയാണ്. ഒരു പുതിയ സീസൺ തുറക്കട്ടെ കർത്താവ്. അടിമത്തത്തിന്റെ നുകങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. മരുഭൂമിയെ വാഴുവാനുള്ള ദൈവിക അഭിഷേകം കൊണ്ട് ഈ ജനത്തെ ദൈവം നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു.